വാട്സാപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് മിനി മിൽറ്റിയാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അതെ ഗൈസ്, മിനി മിൽറ്റിയിൽ നമ്മളിന്ന് ക്രോസ് ഫയർ എന്ന ബോർഡറിൽ നമ്മൾ ടീം ഡെത്ത് മാച്ചാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ടീമിനോടൊപ്പമാണ്. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 32ാമത്തെ റാങ്കാണ് ഗൈസ്. ഞാനിത് ഒത്തിരി കളിച്ചൊരു ഗെയിമാണ്. നമ്മൾ ക്ലോനറാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. ഞാൻ ഏകദേശം 916 മാച്ചസ് കളിച്ച് അതിൽ 753 ഗെയിംസ് ജയിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. പിന്നെ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ടീം ഡെത്ത് മാച്ചിൽ നമ്മളെ ക്രോസ് ഫയർ എടുത്തിട്ടുണ്ട്, ബാറ്റിൽ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളുടെ ടീമിൽ ആരൊക്കെയാണ്, അതേപോലെ നമ്മളുടെ ഓപ്പോസിറ്റ് ടീം ആരൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ടീമിൽ എല്ലാവരും കൊച്ചു ചെറുക്കന്മാരാണ് ഗൈസ്, ചീട് പിള്ളേരാണ് ഗൈസ്. നമ്മളെ ചെറിയ ആൾക്കാരപ്പനാണ് ഗൈസ് കളി. നമ്മളെങ്ങോട്ട് റാങ്ക് കുറവാണ് ഗൈസ്. അപ്പോൾ നമുക്കെന്നെ ഫസ്റ്റ് അയക്കാൻ ഗൈസ് എന്ന് വിചാരിക്കുന്നു. എനിക്കില്ലെങ്കിൽ നമ്മുടെ ടീമിന് ഞാൻ മിക്കവാറും ഗൈസ്, ഞാനിത് ഒത്തിരി ദിവസമായി ഗൈസ് കളിച്ചിട്ട്. ഞാനിതിവിടെ സേവ് ചെയ്ത് വെച്ച ഗെയിമാണ്. നമുക്ക് ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്താൽ ഗൈസ് ഈസി ആയിട്ട് നമ്മളെ റാങ്കൊന്നും പോവാതെ നമുക്ക് കളിക്കാം. ഞാനിത് കുറേ പ്രാവശ്യം കളിച്ച് ഗൈസ്, പിന്നെ ഡിലീറ്റ് ചെയ്ത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഗൈസ് പ്രൈവറ്റ് നമ്മളെ ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ ഞാനിന്ന് ഇവനെ കൊല്ലും ഗൈസ്. നമുക്കിന്ന് പ്രാക്ടീസും കൂടി ആവും. ഇവനേതോ ഗൈസ്, അവൻ എൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മിക്കവാറും ചാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്, ചത്തില്ല. അപ്പോൾ ഞാൻ അവനെ കൊല്ലിട്ട് ചാവടാ എടാ, അവൻ ചത്തില്ലേ? ചാവടാ ഗൈസ്, നമ്മളും ചത്തുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല ഗൈസ്, അവനെ കൊന്നുണ്ട്, എനിക്കത് മതി ഗൈസ്. നമ്മളെന്തായാലും അവരോട് റിവെഞ്ച് എടുക്കും. അവൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്, അവനെനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അവൻ ആരായിരുന്നു ഗൈസ്, ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. നമുക്ക് നോക്കാം, നമുക്ക് അവനെ നോക്കി കണ്ടുപിടിക്കണം ഗൈസ്. അത് അവനാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും നമ്മൾ ബൂസ്റ്റർ എടുത്ത് അവനെ ഫോളോ ചെയ്ത് പോവാം. മേലോട്ടാണ് പോയത്, നമുക്ക് അവനെ പിടിക്കണം ഗൈസ്. വരുന്നുണ്ട് ചാവട. അത് നമ്മൾ ചാവും ഗൈസ്. അവൻ ലൈഫ് എടുത്ത്. ഞാൻ ചാവും, ഞാൻ പറഞ്ഞാൽ ഞാൻ ചാവും. ചത്ത് വേണ്ട, ഞാൻ ചത്ത് ഗൈസ്. അവൻ നമ്മൾ വെടി വെച്ചുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയി മെഡിക്കേറ്റ് എടുത്ത് ഗൈസ്. അതാണ് അവൻ്റെ അല്ല, ഞാനവനെ ഗൈസ്, ഞാനാരെയോ കൊന്നുണ്ട് ഗൈസ്. ഞാനറിയാണ്ട് എനിക്കൊരു കില്ല് കിട്ടി ഗൈസ്. അതേതായാലും കൊള്ളാം. നമ്മൾ ഫസ്റ്റ് ഡെത്തിന് ശേഷം വീണ്ടും വന്ന് ഫസ്റ്റ് അല്ല ഗൈസ്, സെക്കൻഡോ തേർഡോ അങ്ങനെയാണ് നമ്മൾ ഗൈസ്. അവൻ്റെ വെടിയൊന്നും കൊള്ളാതെ അവനെ കൊല്ലണം ഗൈസ്. വെക്കടോ ചാവ് ഗൈസ്. നമ്മുടെ വീട്ടിൽ ലൈഫ് പോലും പോയില്ല. ഈ ഗണ്ണെടുക്കണം നല്ല ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ക്രോസ് ഫയറിൽ ഏറ്റവും പവർഫുൾ ഗണ്ണെന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ് ഗൈസ്, മറ്റേ ഗണ്ണില്ലേ. എൻ്റെ കയ്യിലുണ്ട് അതൊറ്റമില്ലേ. ഇതാ ഗൈസ്, ഈ ഗണ്ണാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റുമോ? കൊച്ചല്ലോ, തീർത്താൾ കൊല്ലു. ഞാനിതുവരെ കൊല്ലും ഗൈസ്. കണ്ട, ഞാൻ പറഞ്ഞാൽ ചാവെന്ന് പറഞ്ഞാൽ ചാവും, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും ഗൈസ്. അവിടെ നിന്ന് ആരും വരുന്നില്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എയിം ചെയ്ത് വിടാം. അവിടെ നിന്ന് അവരെ വരുന്നുണ്ട് ഗൈസ്. അവർ മേലോട്ട് പോയി. ഞാൻ മൂഞ്ചി താഴേന്ന് വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഇല്ല ഗൈസ്, ഞാൻ ചാവത്തില്ല ഗൈസ്. നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മേലെ മെഡിക്കേറ്റ് ഇല്ല ഗൈസ്, ആവശ്യത്തിനൊന്നും മെഡിക്കേറ്റ് ഉണ്ടാവില്ല. അവൻ നമ്മളെ പുറകെ വരുന്നുണ്ട് ഗൈസ്. നമ്മളെ വിടത്തില്ലാന്ന് തോന്നുന്നു. നമുക്ക് മെഡിക്കേറ്റ് നമ്മളെ ലൈഫ് ഏകദേശം ഇതായിട്ട് നമുക്കിനി മെഡിക്കേറ്റ് ഒന്നും വേണ്ട തരത്. ഇവിടെ നിന്നാണ് റീസ്പോൺ ആയത് ഗൈസ്. നേരം മേലോട്ട് പോയി അവിടെ ഉള്ള ഐറ്റങ്ങളെ കൊല്ലാം. ഗൈസ്, ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഗൈസ് ചത്ത. എൻ്റെ ലൈഫ് കുറവായി. നമുക്ക് മെഡിക്കേറ്റ് എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. കുഴപ്പമില്ല ഗൈസ്, ഞാനാണ് ഫസ്റ്റ്, പേടിക്കണ്ട. എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയാലും കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ടീം നമ്മൾ ജയിക്കും ഗൈസ്. അവനെ കൊന്നുണ്ട്. അത് നമ്മുടെ ടീമിൻ്റെ ഒരുത്തനാണ് ഗൈസ് വന്നത്. അപ്പുറത്തുനിന്നും വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം ഇവിടെയൊന്നുമില്ല. ഞാനവിടെ ഗൈസ്, എന്നെ ഞാൻ കാണുന്നില്ല. ഞാനതല്ല, ഞാനിതാണ്. കൊല്ലടാ. ഗൈസ്, അവനാണ് ഗൈസ് കില്ല് കിട്ടിയത്. കൊല്ലടാ എടാ, ഇതൊക്കെ അവർക്കാടാ കില്ല് പോകുന്നത്. എൻ്റെ ടീമിലുള്ള വെറ്റിങ്ങൾക്ക് എനിക്ക് കില്ല് കിട്ടുന്നത് ഗൈസ്. നമ്മളവനെ ജസ്റ്റ് ഒന്ന് കൊന്നുണ്ട്. നമ്മുടെ ടീമിലുള്ള ചെക്കനെ ഒന്ന് കൊന്നുണ്ട്. അവൻ എന്തായാലും നമ്മുടെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ വരും, അത് ഉറപ്പാണ് ഗൈസ്. ഇവനാണല്ലോ അത്, റിവെഞ്ച് എടുക്കും ഗൈസ്, ഉറപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അടിക്കുന്നുണ്ട് ഗൈസ്, പറന്നോ. കൊല്ലല്ലേ ചേട്ടാ.
ഞാൻ അറിയാണ്ട് വെടിവെച്ചാൽ ഗൈസ് ചത്തി ഞാൻ ബോംബിട്ടുണ്ട്. അവനെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ. നമ്മളെ അടുത്ത് റിവെഞ്ച് എടുക്കാനൊന്നും അവനായില്ല ഗൈസ്. അവൻ വളർന്നിക്കില്ല. അപ്പോൾ നമുക്ക് മേലോട്ട് പോവാം. ഡെഡ് ആയതുകൊണ്ടാണില്ല. അവൻ നേരത്തെ നമ്മളെ ഓപ്പോസിറ്റ് ടീമുള്ള ഒരുത്തന്നെ അവിടെ റീസ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഇതല്ലേ അവൻ. എടാ പോടാ, പിന്നെ ഇതാക്കി ഇടാണ്ട് ഗൈസ്. അവനെ ഞാൻ കൊന്നുണ്ട്. എടാ ഇവനെന്താടാ തലക്ക് സുഖം. മാച്ച് ഓവറായി. ഓ ഗൈസ്, മാച്ച് ഓവറായി. ഇത്ര പെട്ടെന്ന് കളി കഴിഞ്ഞോ? ഓ അവനാണ് ഗൈസ് നമ്മളെ നേരത്തെ നമ്മളെ ടീമിൻ്റെ ഒരുത്തനെ കൊന്നില്ല. അവനാണ് ഗൈസ് ഫസ്റ്റ്. ചെയ്താലും കുഴപ്പമില്ല, നമുക്കാണ് നമ്മളെ ടീമിനാണ് ഗൈസ് ഫസ്റ്റ് മെഡൽ കിട്ടിയത് ഗൈസ്. നമ്മളെ ഓപ്പോസിറ്റ് ടീമിലുള്ളവനെ ശ്രദ്ധിച്ചോ. ഡോൺ സൂപ്രീം കമാൻഡറാണ് ഗൈസ്. അവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയോ 60 70 ആൻഡ് അബോവ് ആണ്. 60 to 80 അല്ല 68 to 75 ഇടയിലുള്ള ഏതോ ആണ് ഗൈസ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ പേടിയൊന്നും നമ്മൾ നോക്കില്ല ഗൈസ്. നമ്മൾ മുന്നേറും, എന്നിട്ട് പരാജയപ്പെട്ട് വരും ഗൈസ്. ഈ ഗെയിമിലേക്ക് അത്രയോ പറയാനുള്ളൂ. കാരണം അവൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അവർ ബോംബ് കൊണ്ടുണ്ട്. കൊല്ലടാ ഓഫ് ഗൈസ്. കൊന്നുണ്ട്, പക്ഷെ അത് അവനാന്ന് മാത്രം. വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ നമ്മളെ കൊന്നു ഗൈസ്. അവന് റാങ്ക് ഹൈ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളവനെ പൂശനെ ഗൈസ്. പൂശിയാക്കിയനെ ഗൈസ് നമ്മളവനെ ഗൈസ്. ഇത് മിക്കവാറും എൻ്റെ ഡെത്തിൻ്റെ ഗെയിമായിരിക്കും. ഈ ഗെയിം നമ്മളെ ഡെത്തിന് മാത്രമുള്ളതാണ് ഗൈസ്. മേലോട്ട് അവൻ മിക്കവാറും അവിടെ നിന്ന് വെട്ടിക്കും. ഇല്ല കൊല്ലടാ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ കൊന്നുണ്ട്, പക്ഷേ അവനാന്ന് മാത്രം ഗൈസ്. രണ്ടാമത്തെ തവണയാണ് ഗൈസ് അവനെ നമ്മളെ കൊല്ലുന്നത്. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇത് ബാക്ക് അടിക്കും ഗൈസ്, അത് ഉറപ്പാണ്. ഞാൻ ബാക്ക് അടിക്കും. പക്ഷേ നമ്മൾ ബാക്ക് അടിക്കത്തില്ല. ഞാൻ ബാക്ക് അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബാക്ക് അടിക്കത്തില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അവരെ കൊല്ലടാ ഗൈസ്. യെസ്, അങ്ങനെ നമ്മളവരെ കൊന്നുണ്ട് ഗൈസ്. എൻ്റെ ഈ ഗെയിമിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി ഗൈസ്. നമുക്ക് അവനെ കൂടെ ഒന്ന് നൈസായിട്ട് കൊന്നാലോ. കൊല്ലടാ ഗൈസ്. അവനെ കൊന്നു ഗൈസ്. അവൻ എന്നെയും കൊന്നു, കുഴപ്പമില്ല. നമ്മൾക്ക് ഗൈസ് നമ്മൾ 2 ആളെ കൊന്നുണ്ട് ഗൈസ്. എനിക്കത് മതി. എനിക്ക് ഈ ലെവലിൽ ഇത് മതി ഗൈസ്. ഈ ലെവലല്ല, ഈ ഗെയിമിൽ, ഈ യുദ്ധത്തിൽ ഗൈസ് എനിക്കിത് മതി. ഇവരെ കൊല്ലടാ. ഇവൻ റാങ്ക് ചെറുതാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കുമല്ല. നമുക്ക് മേലോട്ട് പോയിട്ട് ഡോണിൻ്റെ അടുത്താണ് ഗൈസ് കളിക്കാൻ പറ്റാത്തത്. നമുക്ക് മിസൈൽ എടുക്കാം ഗൈസ്. മിസൈൽ എടുക്കാൻ പറ്റും. ഓ, അവൻ ടൈം ബോംബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ശരിടാ, ഞാനത് ശ്രദ്ധിച്ചില്ലടാ. ബൂസ്റ്ററിൻ്റെ അടുത്ത് മറ്റേ നമ്മളെ ആംനോ അല്ല ആമോയുടെ അടുത്ത്, ആമോ അല്ലല്ലോ, എന്താ എനിക്കറിയില്ല ഗൈസ്. നമ്മളേതായാലും ബൂസ്റ്റർ എന്ന് പറയുകയാണ് ഗൈസ്. അവൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ബോംബ് ഇട്ടുക ഗൈസ്. അവൻ പോയി. ഓ, അടുത്ത ബോംബിടാ ഗൈസ്. അവൻ ഡെഡായാൽ മതിയാണ് ഗൈസ്. നമുക്ക് തിരിച്ചു പോവാം. എടാ അവന് കൊണ്ടുണ്ടാ അത്. എടാ അടുത്തതും കൊണ്ടടാ. എടാ എന്തടാ അത്. അവന് 2 എണ്ണമല്ല ഗൈസ്, 3ൻ്റെ മുകളിൽ കൊണ്ടുണ്ട് ഗൈസ്. നമുക്കെതിരെ ഇവിടെ അവൻ ഇങ്ങോട്ട് വരും. എൻ്റെ ചിന്താഗതിയൊക്കെ തെറ്റി ഗൈസ്. അവൻ ബുദ്ധിമാനാണ് ഗൈസ്. അവയ്ക്ക് നമ്മളെ കൊല്ലും. എടാ അതിലൊരു പോലെ എൻ്റെ മേത്ത് കൊണ്ടില്ല, ഞാൻ കാണുന്നില്ലല്ലോ ഗൈസ്. എൻ്റെ മേത്തൊന്നും ആ ഗുണ്ടാന്നൊക്കെ ഗൈസ് വയൽ വരുന്നത്. സോറി, മറ്റേ ഒന്നും എൻ്റെ മേത്തല്ല ഗൈസ് കൊണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗൈസ്. അതൊക്കെ അവിടുത്തെ ഭിത്തീൻ്റെ മുകളാണ്. നമ്മളേതായാലും അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. അവരെന്തായാലും ഇങ്ങോട്ട് വരും. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മളെ വിസയിൽ എടുക്കാം. അവിടുത്തെ ടൈം ബോംബ് ഇട്ടിട്ട് നമ്മളെ ലൈഫ് ജസ്റ്റാണ് ഗൈസ്. നമ്മൾ ഇനി എന്തായാലും നമ്മളവനെ തീർത്തിരിക്കും ഗൈസ്. അവൻ ചാവട്ടെ. ചത്തു ഗൈസ്. ഞാനും ചത്തു. അതങ്ങനെ. എടാ അവൻ്റെ ഒറ്റ വെടി പറ്റി. നമുക്ക് ലൈഫ് കുറവാനും ഗൈസ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ലൈഫ് കുറവായിരുന്നു. ഓക്കെ, ആരോ നമ്മളെ വയ്യ വരുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോയിക്കാലോ ഗൈസ്. അവൻ താഴെയുള്ള അപ്പോൾ അതാരും അവിടെ നിന്ന് പിടിക്കുന്നു ഗൈസ്. ഡോൺ. എടാ അവിടെ ഡോൺ ഉണ്ടായിരുന്നോടാ. ഡോണാണ് ഗൈസ്. പക്ഷേ ഞാൻ എന്തായാലും ഈ യുദ്ധം അവിടെ നിന്ന് പിന്തിരിയുന്നില്ല ഗൈസ്. ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്നില്ല. നമ്മൾ മുന്നേറുകയാണ് ഗൈസ്. എന്നിട്ട് പോയി അവനെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തിട്ട്
ഞാൻ ചത്തിട്ട് ഇപ്പോൾ വരും. ഞാൻ ലൈഫ് എടുത്തിട്ടുണ്ട്. പേടിയണ്ട, ആരും പേടിയണ്ട ഗൈസ്. അയ്യോ ഉണ്ടാ, എനിക്ക് കൊണ്ടോടാ. ഇവിടെ പോടാ. എടാ ഞാൻ ഇവിടെ ഞാൻ കമ്മിറ്റഡ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബിട്ട്, പക്ഷെ അത് അവൻ അവിടെ നിന്ന് എന്തോ ചെയ്തു ഗൈസ്. ഞാൻ തെറിച്ചു പോയി. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗൈസ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ബ്ലൂ ബട്ടൺ ആക്കാനൊന്ന് ശ്രദ്ധിക്കുക, അത് മറക്കരുതോ. അവൻ അവിടെയൊക്കെ ടൈം ബോംബ് ഇട്ടിട്ട് ഗൈസ്. എന്താന്ന് നോക്കിയാൽ എൻ്റെ ബുദ്ധി. നമുക്ക് ഏതായാലും ഒന്നുകൂടെ വിസൈഡ് എടുക്കുക. ഓ ഗൈസ്, മാച്ച് ഓവറായി. ഇതാണ് പ്രശ്നം ഗൈസ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമ്മളെ മാച്ച് ഓവറാവും ഗൈസ്. ടൈം കുറച്ചുകൂടി കൂടണം ഗൈസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓ നമുക്ക് അടുത്ത ഡോൺ ഒന്നുകൂടെ വന്നിട്ടുണ്ട്. നമുക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റും നോക്കാം ഗൈസ്. എനിക്ക് അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കണം ഗൈസ്. ഞാൻ റിവെഞ്ച് എടുക്കുന്ന പറഞ്ഞാൽ അവൻ പേടിച്ച് പോയി ഗൈസ്. അവൻ പേടിച്ച് നാട് വിട്ടിട്ടുണ്ട് ഗൈസ്. നാടും വീടും ഒക്കെ വിട്ട് പോയിട്ടില്ല അവൻ്റെ ഗൈസ്. നമുക്ക് ശ്രദ്ധിച്ചത് 70 ആണ് ഗൈസ് അവൻ്റെത്. അവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 70 ആണ് ഗൈസ്. ഇതിൽ നമ്മൾ അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുത്തിരിക്കും ഗൈസ്. അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. നമ്മൾ ആദ്യം തന്നെ നമ്മളെ വിസൈൽ എടുക്കാനാണ് പോയി ഗൈസ് പോകുന്നത്. അപ്പോൾ ഒന്ന് ഗൈസ് ഉള്ളിൽ കൂടെ വിട്ട് നേരെ നമുക്ക് വിസൈൽ എടുക്കണം. നേരെ പോട്ടെ. തൊട്ട് ബൂസ്റ്റർ തീർന്നു ഗൈസ്. നമുക്ക് ബൂസ്റ്റർ എടുക്കുന്നു, താഴോട്ട് പോകുന്നു, വിസൈൽ എടുക്കുന്നു, പോകുന്നു. ഇന്ന് ഞാൻ അവനെ പറപ്പിക്കും ഗൈസ്. ഇവിടുന്ന് അവനെ ഈശി പൂശിയാക്കും ഗൈസ്. ഇവിടെ നിന്ന് അവനെ കാണാനില്ലല്ലോ. അവർ പോയോ ഗൈസ്? അവർ പോയെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അവിടെ ആരുമില്ല. അവർ ലെഫ്റ്റ് അടിച്ചു എന്ന് തോന്നുന്നു ഗൈസ്. മിക്കവാറും ഇപ്പം മാച്ച് ഓവർ ആവാൻ ചാൻസ് ഉണ്ട്. ഓ മാച്ച് ഓവർ ഗൈസ്. ഞാൻ പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടിക്കില്ല. അതിൻ്റെ പിന്നെ അവർ ലെഫ്റ്റ് അടിച്ച് മാച്ച് ഓവർ കാണിച്ചു. പേടിക്കണ്ട, നമുക്ക് ഒന്നുകൂടെ കളിച്ച് നമുക്ക് അവനെ ഒന്നുകൂടെ കിട്ടുമെന്നൊക്കെ. ഇല്ല ഗൈസ്, നമുക്ക് ഏതായാലും നമ്മളുടെ ഇന്നത്തെ റിവെഞ്ച് നമുക്ക് ഇതിലാർക്കെങ്കിലും കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മളിതിൽ ആർക്കാണ് റിവെഞ്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് ഈ RCBനെയാണ് റിവെഞ്ച് കൊടുക്കാൻ താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എന്തായാലും RCBക്കാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത് ഇന്നത്തെ ഫുൾ. അവർ പോയെന്ന് തോന്നുന്നു. ഓ ഗൈസ്, നമ്മളും RCB മാത്രമേ ഉള്ളൂ. അതേതായാലും കലക്കി ഗൈസ്. എനിക്ക് അവനോട് മാത്രമാണല്ലോ ഏറ്റുപെട്ടേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ടീമിലുള്ള ഒരുത്തരും പോയിട്ട് അതേതായാലും കുഴപ്പമില്ല, കാരണം നമ്മളെ കയ്യിലൊന്നും അവന് പോവില്ല ഗൈസ്. അവനവിടെ തോക്കൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് മുന്നേ തന്നെ പൊട്ട് ഗൈസ്. നമ്മളവനെ തീർത്ത് ഈശി പൂശിയാക്കിയിട്ട് ഗൈസ്. ഇനി റീസ്പാമായി വരുന്നതിന് പിന്നെ നമുക്ക് അതിലൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കാം. അവന് വേണ്ടി കാത്തിരിക്കുന്നു. RCB കമോൺ കിൽ മീ. അവൻ പേടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും മേലോട്ട് പോകുന്ന കേസിൽ അങ്ങനത്തെ അവിടത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബോംബിട്ട് വരും. വേണ്ട, ഓ പോയ അപ്പോഴത്തേക്ക് ബോംബ് പറഞ്ഞ് ഇവിടെ ടച്ച് ചെയ്തതിന് കേസ്. അയ്യോ ബാബേ, എടാ അത് അവൻ്റെ മേത്താടാ കൊണ്ടേ ബോംബ് ഗൈസ്. നിങ്ങളുടെ ശ്രദ്ധിച്ചു, അവൻ്റെ മേത്താണ് ഗൈസ് ആ ബോംബ് കൊണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഒറ്റ വെടി മതിയാവും. നമുക്ക് വല്ല എടാ എനിക്ക് ലൈഫ് ഫുള്ളാടാ, പക്ഷെ അവന് കുറവായിരുന്നു. എന്നിട്ടും അവൻ നമ്മുടെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ റിവെഞ്ച് എടുക്കുന്നതാണ്. നമ്മൾ റിവെഞ്ച് എടുത്ത് അവനെ തീർക്കുന്നതാണ് ഗൈസ്, തീർക്കുന്നതാണ്. ഞാൻ ഒന്നും കൂടെ അവൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അവനവിടെ മേളിലാണ് ഗൈസ്. നമുക്ക് മേലോട്ട് പോവാം. തീർക്കടാ. എടാ അവനെ തോക്കേതാണ് നോക്ക് ഗൈസ്. സ്നൈപ്പറാണ്, മറ്റേ മിനി സ്നൈപ്പറാണെന്ന് തോന്നുന്നു. സ്നൈപ്പർ വെച്ച് അവൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അവന് സ്നൈപ്പർ പ്രോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ സ്നൈപ്പർ പ്രോ അല്ല. നമ്മൾ അവനെ കൊച്ചു ഗൈസ്. കൊല്ലടാ ഗൈസ്. അവൻ ആ തോക്കിന് അത്ര എക്സ്പീരിയൻസ് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ തോക്കിൽ പ്രോ ആണ് ഗൈസ്. നമ്മൾ ഈ തോക്കും അതേപോലെ തന്നെ താഴെ കിടക്കുന്ന മറ്റേ റിലീഫ് അങ്ങനെ എന്തുകൊണ്ട് ഗൈസ്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ താഴെ കൂടെ ബൂസ്റ്ററൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അവനിനി എവിടെയാണ് ജനിക്കുകയെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് ഏതായാലും മേലോട്ട് പോയി നോക്കാം ഗൈസ്. മേലോട്ട് പോകാം ഗൈസ്. നിങ്ങൾ എന്താണ് എന്നാണല്ലേ ചോദ്യം? അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് നമ്മളെ നെറ്റ് ഒന്ന് കട്ടായി. അപ്പോൾ അത് പോയി ഗൈസ്, ആ ഗെയിം പോയി. നമ്മളിത് ഒന്നും കൂടെ റീസെറ്റാക്കി നമ്മൾ ഫുള്ള് ക്ലോസ് ഓൾ ചെയ്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് മുതൽ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും കളിക്കാം ഗൈസ്. നമ്മളേതായാലും ഈ RCBൻ്റെ അടുത്തുനിന്ന് നമ്മൾ
ഏകദേശം നമ്മളവനെ കൊന്നു വിട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇവൻ വന്ന പാടെ തന്നെ എന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവനെ മിക്കവാറും ഞാൻ കൊല്ലും ഗൈസ്. ഇല്ല അവൻ തന്നെ ഏതായാലും ഒന്നും നടക്കും ഗൈസ്. നമ്മളവനെ തീർക്കുന്നുണ്ട്. ആരോടാ അത്? എടാ ഞാനവനെ കൊന്നടാ. ഓ 2 കില്ല് എടുത്തു ഞാൻ ഗൈസ്. ഞാൻ 2 കില്ല് എടുത്തു ഗൈസ്. അതേതായാലും അടിപൊളിയായിട്ട് ഗൈസ്. ഞങ്ങളല്ല, ഞാൻ മാത്രം, ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഒറ്റയ്ക്കുള്ള കഠിനാധ്വാനം ഗൈസ്. അവൻ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തീർക്കാൻ പറ്റുന്ന കൂട്ടെ. ബോംബിടറാ. ബോംബിടറാ. കൊല്ലടാ. എടാ അവൻ ചത്തില്ലടാ ഗൈസ്. ചവട ചത്ത് അവനെ ഗൈസ്. ഇത് ഗെയിം അങ്ങനെ കളിക്കാൻ അറിയുന്ന ആളല്ലെന്ന് നമുക്കിവിടെ ചെറിയൊരു ഗ്യാസ് ഇടാം. അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവനവിടെ നിന്ന് ബോംബിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഓ പൊട്ടല്ലേ അവിടെ എത്തിയിട്ട് പൊട്ട്. നമുക്ക് എന്തായാലും ഒരു ബോംബ് ഇട്ടോക്കാം ഗൈസ്. യെസ് അവനെ നമ്മൾ തീർത്ത. ഇവൻ ബാക്ക് കൂടെ, എടാ ഇവൻ റീസ്പോണായി വന്നടാ. നമ്മളെ ബാക്ക് കൂടെ വന്ന് കില്ല് ചെയ്ത് ഗൈസ്. നമ്മളെ ബാക്ക് കൂടെ വന്നവൻ നമ്മളെ ഈശി പൂശ ഗൈസ്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കുക, നമ്മൾ അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കും ഗൈസ്. നമ്മൾ അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുത്ത് തീർന്നു ഗൈസ്. ഇവൻ 11. നീ എങ്ങനെയാണ് എന്നെ കൊല്ലുക? ഹൗ ഡാർ യു ടു കിൽ മീ? നമ്മളവനെ റിവെഞ്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമുക്കൊരു റിവെഞ്ച് എടുത്താൽ പോരെ ഗൈസ്. നമ്മളെ ബാക്കിൽ കൂടെ വന്നാണ് വെട്ടിച്ച്. എനിക്കത്ര പിടിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഒരു റിവെഞ്ച് എടുക്കുന്നുള്ളൂ. നമുക്ക് നേരെ താഴോട്ട് പോകാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് 2 മിനിറ്റ് കൂടെയാണ്. 2 മിനിറ്റ് കൂടെയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വിസയായിട്ട് കാണിട്ട് ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ആളെ കാണാനില്ലല്ലോ. ഇവിടെ ആളില്ലാണ്ട് ആരോ പാട്ടാനാരോ. എന്താണ് അത്? വെറുതെ ഒരാളേ ഉള്ളൂ. എന്താണ് ഗൈസ് അവൻ്റെ പേര്? മെസ്സിയാ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര് ഗൈസ്. നമുക്ക് തായാരുണ്ട് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു ആള് ഗൈസ്. ഞാനവനെ 3 ബോംബ് ഇട്ടിട്ടാണ് ഗൈസ് പൊട്ടിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാ? അവൻ അവിടെ ഒരു ടൈം ബോംബ് ആദ്യം ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ബോംബ് ഇട്ടു. അതിനുശേഷം നമ്മൾ മിസൈൽ ഇട്ടു. എടാ തെന്നിനി ഒന്ന് കൊല്ലും. എടാ അവൻ അവിടെ നിന്ന് നമ്മളെന്തിനാണ് അത് ഇടുന്നത്? അയ്യോ പോവല്ലേ താഴോട്ടല്ല മേലോട്ട്. മിസൈൽ പോയി. ഞാനാടാ പോണ്ടേ? എടാ നമ്മളെ ടീമിലുള്ളവൻ നമ്മളെ ചാമ്പി ഗൈസ്. ഇതിന് നമ്മൾ ഉറപ്പായിട്ട് റിവെഞ്ച് എടുക്കും ഗൈസ്. നമ്മളുടെ ഓപ്പോസിറ്റ് ടീമിനെ കൊന്നില്ലെങ്കിലും ഇവനെ ഞാൻ റിവെഞ്ച് എടുത്ത് കൊല്ലും ഗൈസ്. ജാറ്റാക്കർ ക്രോ ഞാനവനെ കൊല്ലും ഗൈസ്. നമ്മളേതായാലും താഴോട്ടാണ് പോകുന്നത്. നമുക്ക് അവനെ കൊന്ന് പൂശണം ഗൈസ്. ഞാനവനെ കൊന്ന് തീർക്കും. കൊന്ന് കുടലെടുക്കും. അവൻ്റെ നമ്മളെ ഓപ്പോസിറ്റ് ടീം മേലുണ്ട്. ഇവൻ്റെ 11. നമുക്ക് നൈസായിട്ട് ബാക്ക് പോയി ഒന്നും മിണ്ടാണ്ടടിക്കുക. കൊല്ലടാ ചവടാ. ഇത്രയൊക്കെ ചത്താൽ എന്നോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും? നീയൊക്കെ കൊച്ചു ചേർക്കാനാണ്. ഇനി നമുക്ക് മറ്റവനെ പോയി കൊല്ലണം. അവനോടെ നമുക്ക് ബോംബിട്ട് നോക്കിയാലോ? ചവടാ. ബോംബ് പോയില്ലേ ഗൈസ്. കൊല്ലടാ. അവൻ ലൈഫ് കുറവായിരുന്നു തോന്നുന്നു ഗൈസ്. പെട്ടെന്ന് ചത്തുണ്ട്. പെട്ടെന്ന് കില്ല് കിട്ടി ഗൈസ്. നമുക്കിപ്പോൾ സ്കോർ എന്ന് പറയുന്നത് 1-7 എനിക്ക് തോന്നുന്നത് നമുക്കായിരിക്കും ഗൈസ് 7. മറ്റവന് 0 ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മളെ ഓപ്പോസിറ്റ് അല്ല, നമ്മളെ ടീമിന് ഇവനെയും കൂടി കൊന്നു നോക്കുക. നമുക്ക് 8 ആവും ഗൈസ്. ഞാനും കില്ലായിട്ടുണ്ട്. പേടിക്കേണ്ട ഗൈസ്. നമ്മൾ റിവെഞ്ച് എടുക്കാനൊന്നും പോകുന്നില്ല. കാരണം അവൻ്റെ കടമ ചെയ്തു ഗൈസ്. അവൻ്റെ ശത്രുവായ എന്നെ അവൻ കില്ല് ചെയ്യാൻ നോക്കി. പക്ഷേ ഞാനും അവനെ കില്ല് ചെയ്യാൻ നോക്കും ഗൈസ്. അത് ഉറപ്പാണ്. കാരണം അതെൻ്റെ കടമയാണ്. ഇതെന്താടാ തൂക്കിട്ടത്തേ? വാടാ വയറ്റിൻ്റെ താഴോട്ട് വാടാ. ഞാൻ പ്രോ ആണ്. എടാ അതെന്താടാ? എടാ എൻ്റെ ലൈഫ് ഫുള്ളായിന്. അവൻ വേറെ എങ്ങോട്ടോ വെടിവെച്ച് എൻ്റെ ലൈഫ് പെട്ടെന്ന് കുറഞ്ഞു പോയി ഗൈസ്. ഞാനെന്താടാ വല്ല കുപ്പിന്ന് ഇറങ്ങിയ ഭൂതാ? കളി കഴിഞ്ഞോ? അപ്പോൾ ഗൈസ് നമ്മളുടെ 3ാമത്തെ കളിയും ഇവിടെ കഴിഞ്ഞു. ഞാനാണ് ഗൈസ് ഫസ്റ്റ്. അങ്ങനെ അവസാനത്തെ കളിയിൽ ഞാൻ അവസാനമാവാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് കളിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോ കളിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ തോക്കൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഏതാണ് ഗൈസ് അപ്ഗ്രേഡ് ചെയ്യുക? 4,300 റുപ്പീസ് നമ്മളെ കയ്യിലുണ്ട്. കോയിൻ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഏതായാലും ഷോർട്ട് ഗൺ അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഇതാണല്ലോ നമുക്ക് ക്രോസ് ഫയറിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്രോസ് ഫയർ ഇവിടെ വെച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഗായ്സ് നമ്മളേതായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.